ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം പലതരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമായി മാറാറുണ്ട്. അടുത്തിടെ ഇന്ത്യയുടെ T20 ടീമിൽ നിന്ന് പുറത്തായ ഗില്ല് ന്യൂസിലാൻഡിനെതിരെ ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടും ഗില്ലിന്റെ പ്രകടനത്തിൽ ആരാധകരിൽ ചിലർ തൃപ്തരായിരുന്നില്ല. സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞുപോയെന്നായിരുന്നു ഗില്ലിനെതിരെയുള്ള പരാതി. എന്നാൽ ആ മത്സരത്തിൽ നിർണായകമായ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഗില്ല് കളിച്ചത് എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്തായാലും ആ പ്രശ്നം ഗില്ല് ഇത്തവണ പരിഹരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡിനെതിരെ തന്റെ ആധിപത്യം തുടരുകയാണ് ഗില്ല്. കണക്കുകൾ നോക്കാം. ന്യൂസിലാൻഡിനെതിരെ ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 71 പന്തിൽ 56 റൺസാണ് ശുഭ്മാൻ ഗില്ല് നേടിയത്. സൂപ്പർ താരം വിരാട് കോഹ്ലിക്കൊപ്പം നിർണായകമായ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്താൻ ഗില്ലിന് സാധിച്ചിരുന്നു. കിവികൾക്കെതിരെ 301 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യൻ ടീമിന് കരുത്തായതും ഈ കൂട്ടുകെട്ടായിരുന്നു. രണ്ടാം ഏകദിന മത്സരത്തിൽ സ്ട്രൈക്ക് റേറ്റിലെ പോരായ്മ പരിഹരിച്ച ഗില്ല് 53 പന്തിൽ 56 റൺസ് നേടി. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മക്കൊപ്പം 70 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഗില്ല് കെട്ടിപ്പടുത്തത്. 9 ബൗണ്ടറികളും ഒരു സിക്സും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. തുടക്കത്തിൽ റൺസ് കണ്ടെത്താൻ വിഷമിച്ച ഇന്ത്യൻ ടീമിന് വേണ്ടി നിർണായകമായ അർദ്ധ സെഞ്ചുറി തന്നെയാണ് ഗില്ല് സ്വന്തമാക്കിയത്. ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് 2023 ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് പര്യടനം നടത്തിയപ്പോഴും ഗില്ല് മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് ശുഭ്മാൻ ഗില്ല് തന്റെ ഏകദിന കരിയറിലെ ഏക ഇരട്ട സെഞ്ചുറി നേടിയത്. ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ രോഹിത്തിനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ ഗില്ല് അന്ന് 149 പന്തിൽ 19 ബൗണ്ടറികളും 9 സിക്സുകളും ഉൾപ്പെടെ 208 റൺസ് നേടി. റായ്പൂരിൽ വെച്ച് നടന്ന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 53 പന്തിൽ പുറത്താക്കാതെ 40 റൺസാണ് ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കിയത്. ഇൻഡോറിൽ നടന്ന മൂന്നാം മത്സരത്തിൽ ശുഭ്മാൻ ഗില്ല് സെഞ്ചുറി അടിച്ചു. 78 പന്തിൽ 112 റൺസാണ് ഗില്ല് അന്ന് നേടിയത്. 13 ഫോറുകളും 5 സിക്സുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. ആ മത്സരത്തിൽ രോഹിത് ശർമ്മയും സെഞ്ചുറി നേടിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആ പരമ്പരയിലെ താരമാകാനും ശുഭ്മാൻ ഗില്ലിന് കഴിഞ്ഞിരുന്നു. 2023 ഒക്ടോബറിൽ ലോകകപ്പിനായി വീണ്ടും കിവികൾ ഇന്ത്യയിലേക്ക് എത്തി. 2 മത്സരങ്ങളാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. ആദ്യ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ല് 26 റൺസ് നേടി പുറത്തായി. എന്നാൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഗില്ല് ഫോമിലേക്ക് എത്തി. 66 പന്തിൽ 80 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ല് പുറത്താകാതെ നിന്നു. ഇന്ത്യക്കായി വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും സെഞ്ചുറി നേടിയ മത്സരമായിരുന്നു അത്. ചുരുക്കത്തിൽ ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡിനെതിരെ ഗില്ല് തന്റെ തകർപ്പൻ ഫോം തുടരുകയാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 115.6 ശരാശരിയിലും 115.36 സ്ട്രൈക്ക് റേറ്റിലുമായി 578 റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം. അതേസമയം ന്യൂസിലാൻഡിനെതിരെ അവരുടെ നാട്ടിൽ ഗില്ലിന് തന്റെ യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. 2019 2022 ന്യൂസിലാൻഡിൽ 5 ഏകദിന മത്സരങ്ങൾ കളിച്ച ഗില്ല് 31 ശരാശരിയിലും 77 സ്ട്രൈക്ക് റേറ്റിലുമായി 124 റൺസാണ് നേടിയിട്ടുള്ളത്. 2022 ഓക്ലാൻഡിൽ നേടിയ 50 റൺസാണ് ഉയർന്ന സ്കോർ. കിവികൾക്കെതിരെ വരും മത്സരങ്ങളിലും ശുഭ്മാൻ ഗില്ല് തന്റെ മികവ് തുടരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇൻഡോറിൽ ജനുവരി 18 മൂന്നാം ഏകദിന മത്സരം നടക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.